നാളെ എന്നായിട്ടു ഭഗവാനെ കാണാനിത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ. എന്തുകൊണ്ടാണ് ഭഗവാനെ കാണാൻ വേണ്ടി കുചേലൻ ഇത്രയധികം സമയമെടുത്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു തുടങ്ങിയപ്പോ തൊട്ട് കുചേലനോട് പത്നി പറയുകയാണ്, നിങ്ങളൊന്ന് ചെല്ലൂ, ശ്രീകൃഷ്ണൻ അടുക്കെ ഒന്ന് ചെല്ലൂ, നമ്മുടെ അവസ്ഥയൊക്കെ ഒന്ന് പറയൂ, അദ്ദേഹം ഉറപ്പായും നമ്മളെ സഹായിക്കും എന്ന് കുചേലന്റെ പത്നി തർപ്പിച്ചു പറയാണ്. കുറെ അധികം നാൾ ഇങ്ങനെ കുചേല പത്നി പറഞ്ഞാണ് ഒരു ദിവസം കുചേലൻ എന്നാ തന്റെ സതീർത്ഥ്യനെ എന്നാ കണ്ടേക്കാം എന്ന് കരുതി ദ്വാരകയിലേക്ക് യാത്രയാകാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ പുറപ്പെടാൻ നേരത്തും കുചേലൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് കൊണ്ട് കൊടുക്കും കണ്ണന്, വെറും കയ്യിൽ പോകാൻ സാധിക്കില്ലല്ലോ. അപ്പോഴും ആരാണ് ആ കുചേലന്റെ പത്നി ഉടൻ തന്നെ തങ്ങൾക്കുള്ള അവിലിന്റെ ഒരു പങ്ക്, ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവാന് ഒരു തുണിയിൽ പൊതിഞ്ഞു നൽകുകയാണ്. കുചേലന് പോകുന്ന വഴിയിലെല്ലാം സന്ദേഹമാണ്, ഞാൻ കൊണ്ടുപോകുന്ന ഈ അവിൽപ്പൊതി കണ്ണൻ സ്വീകരിക്കുമോ, എൻ്റെ ഈ മലിനമായ വേഷം കാണുമ്പോൾ അവിടെ ഉള്ളവർ എന്നെ ആട്ടി പുറത്താക്കുമോ എന്നൊക്കെ പല രീതിയിലുള്ള സന്ദേഹമാണ് കുചേലന്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്തിനെ കാണുകയാണ്, എന്തായിരിക്കും പ്രതികരണം, അവൻ അവിടെ വലിയ രാജാവായിട്ടിരിക്കുകയാണ്, ഞാനാണോ ഒരു ദരിദ്രനും, എന്നെ കണ്ടു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ പല സംശയങ്ങളാണ് കുചേലന് മനസ്സിൽ അലട്ടുന്നത്. ആ അവിൽപ്പൊതി ഭഗവാൻ സ്വീകരിച്ചതിന് ശേഷം സർവ്വ സൗഭാഗ്യങ്ങളും കുചേലന് നൽകുന്നു അല്ലേ. ആ ഭഗവാനെ അടുത്തറിഞ്ഞ കൂട്ടുകാരനാണ് കുചേലൻ. എന്നിട്ടും ഭഗവാനെ സന്ദേഹമാണ്. ശരിക്കും നമുക്ക് വേണ്ടത് കുചേലന്റെ മനസ്സിലുള്ള ആ സന്ദേഹമല്ല. നമ്മൾ എപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഭഗവാനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ കുചേല പത്നി കാണിച്ച ആ സമർപ്പണവും ആത്മവിശ്വാസവുമാണ് നമുക്ക് വേണ്ടത്. ആ കുചേല പത്നിയുടെ ആ ആത്മസമർപ്പണം തന്നെയാണ് അവർക്ക് ഉണ്ടായതായിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും നമുക്കും വേണ്ടത് ആ ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസമാണ്. കൈവിടില്ല, ഒപ്പം ഉണ്ട്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും, നമ്മളെ കൈവിടില്ല, അല്പം പരീക്ഷിച്ചാലും നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ആ കുചേല പത്നി കാണിച്ച ആ സമർപ്പണവും ആത്മവിശ്വാസവും എല്ലാം ഭഗവാനോട് നമ്മളും കാണിക്കണം. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. എങ്കിൽ അവർക്കുണ്ടായ അതേപോലുള്ള സൗഭാഗ്യങ്ങൾ നാളെ നമ്മളെയും കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് ഹിതമായിട്ടുള്ളത് എല്ലാം, നമുക്ക് ഹിതമായിട്ടുള്ള എന്താഗ്രഹമായാലും ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. നമ്മുടെ പ്രിയമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തന്നോളണമെന്നില്ല. കാരണം നമ്മുടെ നാളെ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ നാളേക്ക് നമുക്ക് എന്താണ് ഹിതമായിട്ടുണ്ടാവുക അതെല്ലാം നമുക്ക് ഭഗവാൻ തരും, അതിൽ യാതൊരു സംശയവുമില്ല. കുചേലന്റെ കഥയിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കിക്കാണണം. സമയം, ജീവിതത്തിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അത്രയും നാൾ ദാരിദ്ര്യം അനുഭവിക്കണം എന്നുള്ള ഒരു വിധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കുചേലന് തോന്നാതിരുന്നത്. കൃത്യസമയമായപ്പോൾ കുചേലന് തോന്നുകയാണ്, എന്നാ പോയേക്കാം. അപ്പോൾ ഭഗവാന്റെ അടുക്കൽ ചെന്നപ്പോൾ എന്താ ഉണ്ടായേ, സൗഭാഗ്യമാണെന്ന്. അപ്പം അങ്ങനെയാണ് ഭഗവാനിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ ഒരിക്കലും ഗുരുവായൂരപ്പൻ കൈവിടില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ സന്ദേഹത്തോടു കൂടിയല്ല പോകേണ്ടത്, ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് പോകേണ്ടത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.